അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് വെച്ചാൽ ഈ പറഞ്ഞ ഫംഗ്ഷന് എന്താണ് അതിൻ്റെ ഫംഗ്ഷൻ്റെ റേഞ്ച് ഓൾ റിയൽ വാല്യൂസ് ആവണം എന്ന് പറയുന്നത്. ഓൾ റിയൽ വാല്യൂസ്. ഒന്നാമത്തെ കാര്യം രണ്ട് ഫംഗ്ഷൻ എന്താണ് പാടില്ല, സെയിം ഫാക്ടേഴ്സ് ഉണ്ടാവാറ്. ദാറ്റ് മീൻസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് okay is equal to 0. That is x common x minus 1 is equal to 0. So x can be either 0 or x can be 1. Okay, അതേപോലെ തന്നെ 1 minus ax is equal to 0. That is ax is equal to 1 and x is equal to 1 by a. Okay, ഇനി ഇവർക്ക് രണ്ട് കോമൺ ഫാക്ടേഴ്സ് ഉണ്ടാകാൻ പാടില്ല. ദാറ്റ് മീൻസ് എക്സ് ഒരിക്കലും ഇവിടെ 0 ആവാൻ പറ്റില്ല, കാരണം ഇത് 1 by a ആണ്. ദാറ്റ് മീൻസ് എക്സ് അങ്ങോട്ടോട്ട് നോക്കിയാൽ ഇവരെ രണ്ടാളും യോജിപ്പിച്ച ഒന്നും പറയാൻ പറ്റുക എക്സ് ഒരിക്കലും 1 ആവാൻ പാടില്ല എന്നുള്ളൊരു ഇൻഫോർമേഷൻ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. കാരണം കോമൺ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അത് രണ്ടും കട്ടായിപ്പോൾ അന്നേരം എക്സ് ബിലോങ്സ് ടു എക്സ് അല്ല വൈ ബിലോങ്സ് ടു ആർ എന്ന് പറയുന്ന സാധനം നമുക്ക് കിട്ടാണ്ടായിപ്പോൾ. അതുകൊണ്ട് കോമൺ ഫാക്ടേഴ്സ് ഉണ്ടാകാൻ പാടില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം, വൈ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഡിവൈഡ് ബൈ 1 മൈനസ് എ എക്സ് ഉള്ളോട്ടേക്ക് മൾട്ടിപ്ലൈ വൈ മൈനസ് വൈ എ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് കോമൺ എടുക്കാം. ഒന്ന് വൈ അല്ല, ആദ്യം പ്ലസ് എക്സ് കോമൺ എടുക്കുക. അന്നേരം ഒന്ന് വൈ എ മൈനസ് 1 ഓക്കെ മൈനസ് വൈ ഇസ് ഈക്വൽ ടു 0 എന്ന രീതിയിൽ കിട്ടും. എന്നിട്ട് ഇതൊരു എന്തിൻ്റെ ക്വാഡ്രാറ്റിക്, എക്സിൻ്റെ ടേമിലൊരു ക്വാഡ്രാറ്റിക് ആയി. നമുക്കറിയാം ഇനി വൈയുടെ വാല്യൂസ് ഇട്ട് നമ്മൾ എന്താ പറയുക, എക്സ് നല്ല ഇവിടെ ഇതിൻ്റെ ഡിസ്ക്രിമിനൻറ്റ് ഷുഡ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 എന്ന് നമ്മൾ പറയലുണ്ട്. ഒരു ഡിസ്ക്രിമിനൻറ്റ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഇതാണ് സംഭവം, ഡി ഗ്രേറ്റർ ദാൻ. അപ്പം നമുക്ക് പറയാൻ പറ്റും വൈ സ്ക്വയർ എ സ്ക്വയർ മൈനസ് 2ay പ്ലസ് 1 ഓക്കെ ബി സ്ക്വയർ മൈനസ് പ്ലസ് 4y ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ നിന്ന് എന്താ കിട്ടാൻ, എ വൈ ഹോൾ സ്ക്വയർ മൈനസ് വൈ കോമൺ എടുക്കാം 2a പ്ലസ് 4 ഓക്കെ പ്ലസ് 1 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. ഇനി ഇവിടുന്ന് ഈ വൈയുടെ വാല്യൂസ് എന്താണ്, വൈ ഇടയ്ക്ക് എവിടെ നിന്നില്ല, വൈ ആണ് റേഞ്ച് ബിലോങ്സ് ടു ആർ ആവണം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇതുപോലത്തെ ഒരു ടേം, ഒരു ക്വാഡ്രാറ്റിക് വൈഡ് ടേംസിലുള്ള ഒരു ക്വാഡ്രാറ്റിക് ഇത് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആവണമെങ്കിൽ എന്തൊക്കെയാണ് കണ്ടീഷൻ? ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഗ്രേറ്റർ ദാൻ ഈക്വൽ 0 ആണ്. ഒന്നെന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0 ആണെന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ എനിക്ക് പറയാൻ പറ്റും എ വൈ ഹോൾ സ്ക്വയർ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0. അത് ഒബ്വിയസ്ലി ഗ്രേറ്റർ ദാൻ 0 ബിക്കോസ് ഇറ്റ് സ്ക്വയർ ആണ്. അപ്പം എന്താൻ പാടില്ല, എയുടെ വാല്യൂ 0 ആൻ പാടില്ല എന്നുള്ളൊരു ഇൻഫോർമേഷൻ അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ശരി, പിന്നെ വേറൊരു ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ഇവിടെ ഡിസ്ക്രിമിനൻ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 2a പ്ലസ് 4 ഹോൾ സ്ക്വയർ മൈനസ് 4ay should be less than or equal to 0. That is 4a square plus 2 ഇവിടെ 4a square പ്ലസ് ഓക്കെ ഇവിടെ നമുക്ക് 4 എന്ന് എലിമിനേറ്റ് ചെയ്യാം. ദാറ്റ് മീൻസ് a സ്ക്വയർ പ്ലസ് 4a പ്ലസ് 4 മൈനസ് ay should be less than or equal to 0. റൈറ്റ്, ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഉള്ള ക്വാഡ്രാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എ സ്ക്വയർ. അപ്പോൾ ഇവിടെ ബി സ്ക്വയർ മൈനസ് 4a വൈ പാടില്ലല്ലോ. ഇവിടെ വൈയുടെ കാര്യം എന്തിനാണ്, ഇവിടെ വൈഡിലുള്ള ക്വാഡ്രാറ്റിക് ആണ്. ദാറ്റ് മീൻസ് ബി സ്ക്വയർ മൈനസ് 4a സ്ക്വയർ ഷുഡ് ലെസ് ദാൻ ഈക്വൽ 0. അപ്പോൾ ഇത് 4 ക്യാൻസൽ ആയപ്പോൾ ഇങ്ങനെ പോയി, ഈ 4 അവിടെ നിന്ന് പോയി കിട്ടി. ഓക്കെ എ സ്ക്വയർ, അപ്പോൾ എ സ്ക്വയർ ഗോൺ. അപ്പം എ പ്ലസ് 1 ഷുഡ് ലെസ് ദാൻ ഈക്വൽ ടു 0. ദാറ്റ് ഈസ് എ ഷുഡ് ബി ലെസ് ദാൻ ഈക്വൽ ടു, ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഇങ്ങനെയായിരുന്നു. ലാസ്റ്റ് ഇനിക്വാളിറ്റി സോൾവ് ചെയ്തതിന് എത്ര കിട്ടാൻ, എ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 എന്ന് കിട്ടും. അപ്പോൾ ഇതൊരു കണ്ടീഷനാണ്. നേരത്തെ എന്താണ് എ 0 ആവാൻ പാടില്ല, എ പിന്നെന്താണ് ഗ്രേറ്റർ ദാൻ എ 0 ആവാൻ പാടില്ല, എ 1 ആവാൻ പാടില്ല. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1 എന്നുള്ളതാണ് എല്ലാ കണ്ടീഷനും കൂടി ചേർന്നിട്ടുള്ള ഉത്തരം. സോ സ്മോളസ്റ്റ് നാച്ചുറൽ നമ്പർ വാല്യൂ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 2 എന്ന് പറയാൻ പറ്റും. എ കുനോട്ട് ബി നെഗറ്റീവ് കറക്റ്റാണ്. സ്മോളസ്റ്റ് നാച്ചുറൽ നമ്പർ 4 അത് തെറ്റാണ്. എ cannot be fractional, എക്ക് ഫ്രാക്ഷണൽ ആവാം, കുഴപ്പമൊന്നുമില്ല. സോ അതാണ് ഉത്തരം. ഓക്കെ, അടുത്ത ഈ ക്വസ്റ്റ്യൻ ആണ്, നല്ലൊരു ക്വസ്റ്റ്യൻ. ഇപ്പോൾ എന്താണ് ഫോർ 3 പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് പി ക്യു ആർ. ശരി, ആർ ഇസ് ഈക്വൽ ടു പി ക്യു പ്ലസ് 1 സച്ച് ദാറ്റ് 3 ഓക്കെ ഫൈൻ, ലോഗാണ്. അപ്പോൾ ഇവിടെ കോമൺ ഡിഫറൻസ് 1/2. അപ്പോൾ 3 log വൈ എക്സ് അതെന്ന് പറഞ്ഞാൽ എത്രയാണ്, ഈ 3ൻ്റെ അപ്പുറം 1/2 കൂട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 3 + 1/2 ദാറ്റ് ഈസ് 7/2. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടും ലോഗ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എത്രയാണ്
7/6 കിട്ടും. ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു y റേസ് ടു 7/6 എന്ന് ഒറ്റയടിക്ക് കിട്ടും. അടുത്ത അതേപോലെ ഒരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് 3 log y ആയിട്ട് വന്നത് 3 log z 3 log എത്രയാണ് y z ഇസ് ഈക്വൽ ടു ഒന്ന് 7/6 അല്ല 7/6ൻ്റെ അപ്പുറം ഒരു 1/2 കൂടി ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് എത്രയാണ് 14 + 6 സോ 10/6 എന്ന രീതിയിൽ വരും. 10/6 ഇത് അല്ല ഇതായിട്ടില്ല, ഇത് സെറ്റ് അല്ലേ, വെറുതെ 2ഉം സെറ്റും കൺഫ്യൂസ് ആവരുത്. സോ ലോഗ് y ടു ദ ബേസ് z ഇസ് ഈക്വൽ ടു എത്രയാണ് 10/18 ആൻഡ് y ഇസ് ഈക്വൽ ടു z റേസ് ടു 10/18 ഇസ് ഈക്വൽ ടു z റേസ് ടു 5/6 എന്ന് പറയാൻ പറ്റും. അല്ല 5/9 ആണ്, പകുതി പോയൊക്കെ 5/9. y ഒന്നുകൂടി കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 4/3 എന്നാണ് കിട്ടിയത്. ഇനി അടുത്ത എന്താണ് ഇൻഫോർമേഷൻ തന്നിട്ടുള്ളത് ലോഗ് z. ഓക്കെ, അപ്പോൾ എത്രാമത്തെ അത് ടേം 3 + n-1d. സോ 1 2 3 നാലാമത്തെ ദാറ്റ് മീൻസ് 3d. സോ 3 + 3/2 സോ ദാറ്റ് ഈസ് 7 10/2 അല്ല സോറി സോ 9/2 ആണ് കിട്ടും. സോ 9/2 ആണെങ്കിൽ ദാറ്റ് ഈസ് 7 log x 7 log x z is equal to 9/2. So log z x is equal to 9/14 z is equal to x raised to 9/14. ഓക്കെ, ഇത്രയും ഇൻഫർമേഷൻ. ഇനി ഇവർ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്താൽ എല്ലാം ഒരുത്തിൻ്റെ ടേംസിലേക്ക് എഴുതാം, എന്നാൽ നമുക്ക് ഈ പറഞ്ഞ ഇക്വേഷൻ ആയിട്ട്. സോ എക്സിനെ എങ്ങനെ എഴുതാം, എക്സിനെ വേണമെങ്കിൽ വൈയുടെ ടേംസിലേക്ക് എഴുതാം, വൈനെ വൈയുടെ അങ്ങനെ തന്നെ എഴുതാം, സെഡിനെ വൈയുടെ ടേംസിലേക്ക് എഴുതാം. കാരണം എല്ലാം വൈ ആയിട്ട് റിലേറ്റ് ആയിട്ട് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ എല്ലാം ഒരുത്തിൻ്റെ ടേംസിൽ എഴുതി കഴിഞ്ഞാൽ നമുക്കിത് പവേഴ്സ് എല്ലാം വൈ ആണെങ്കിൽ നമുക്ക് എന്താണ് 7pq² / 6 is equal to qr is equal to 3/4p² എന്ന് എഴുതാൻ പറ്റും. അങ്ങനെ എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ആ ഇക്വേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, r is equal to pq+1 എന്നുള്ള ഇൻഫോർമേഷനും ഗിവൺ ആണ്. ഓക്കെ, r is equal to pq+1 എന്നുള്ള ഇൻഫോർമേഷൻ ഗിവൺ ആണ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, നോർമലായിട്ട് ഇനി സോൾവ് ചെയ്യലാണ്. ആ പിയുടെയും ക്യൂടെയും ആറിൻ്റെയും വാല്യൂ നോർമലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന അത്രയും ചെയ്തിട്ടുള്ള സോൾവേഷനാണ് ബാക്കിയുള്ള ഭാഗങ്ങൾ. ഓക്കെ, ഇനി ഒരു കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഒരു റേഡിയൻ ആണ്. റേഡിയൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഡിഫൈൻഡ് ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റേഡിയൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദി ആംഗിൾ എക്സ്റ്റെൻഡഡ് ബൈ ആൻ ആർക്ക് ഓഫ് ലെങ്ത് ദാറ്റ് ഈസ് ഈക്വൽ ടു ദി റേഡിയസ്. ഓക്കെ, അപ്പോൾ ആർക്കിൻ്റെ വാല്യൂ റേഡിയസ് ആവുന്ന സമയത്ത് ആർക്കിൻ്റെ വാല്യൂ റേഡിയസ് ആവുമ്പോൾ ഉണ്ടാവുന്ന ആംഗിൾ, അതാണ് നമുക്ക് പറയാൻ വേണ്ടി റേഡിയൻ എന്ന്. ഓക്കെ, ഇനി മെഷർമെൻ്റ് ആണ്, ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്താണ് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം മെഷർ ആംഗിൾ, എന്താണ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ നെഗറ്റീവായിട്ട് എടുക്കാൻ പറ്റും. ആംഗിൾ സെറ്റ് ബൗണ്ടറീസ് ഓഫ് ക്വാഡ്രൻസിനെ പറ്റി ഒന്ന് അറിഞ്ഞിരിക്കണം. നിങ്ങൾക്കറിയാം ഇവിടുത്തെ ഇപ്പം 0 2π 0 വെക്കാം, പിന്നെ ഇവിടെ π/2 പിന്നെ π/2, പിന്നെ എന്താണ് ഇവിടെ വെറും π വരും, പിന്നെ 3π/2, പിന്നെ എന്താ 2π ആവും. 2π പ്ലസ് π/2 5π/2 2π പ്ലസ് π/2 എത്ര വരും 5π/2 അങ്ങനെ ഇവിടെ 9π/2 അങ്ങനെ ഇതിൻ്റെ ഒരു ഇതിങ്ങനെയാണ് പോകുന്നത്. മുകളിൽ എങ്ങനെ π/2 5π/2 9π/2 ആ ഒരു റേഞ്ചിൽ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ 1 5 9 ആ റേഞ്ചിൽ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും 4n+1 എന്ന്. അപ്പോൾ n 0 ആണെങ്കിൽ π/2, n 1 ആണെങ്കിൽ 5π/2, n 2 ആണെങ്കിൽ 9π/2. അപ്പോൾ മുകളിൽ എങ്ങനെയാണ് 4n+1 π/2 എന്ന രീതിയിൽ മുകളിൽ പോകുന്നുണ്ട്. റൈറ്റിലാണെങ്കിൽ എല്ലാം ഈവൺ പൈസ്. സോ റൈറ്റിൽ നമുക്ക് പറയാൻ 2n π എന്നും ലെഫ്റ്റിൽ ഓഡ് പൈസ്, ദാറ്റ് മീൻസ് 2n+1 π ആണ്. 2n-1 π ആണ് ബെറ്റർ, 1 ആണ് ബെറ്റർ. കാരണം 2n+1 ആകുമ്പോൾ 0 ഇട്ടാൽ കറക്റ്റ് 5 വരുന്നുണ്ട്, 1 ഇട്ടാൽ കറക്റ്റ് 3 വരുന്നുണ്ട്. സോ ഇതിന് 2n+1 π അല്ലെങ്കിൽ 2n-1 π ഒന്നും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ നമുക്ക് എന്ത് വാല്യൂസും കൊടുക്കുന്നതിന് കുഴപ്പമില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി താഴെയാണെങ്കിൽ ജസ്റ്റ് നോക്കിയാൽ മതി 4n-1 π/2 എന്ന ഫോർമാറ്റിലേക്കാണ് പോകുന്നത്. ഇത് ജനറലൈസ് ആയിട്ട് നോക്കുക, 4n+1 π/2 മുകളിൽ, റൈറ്റ് സൈഡിൽ ഈവൺ പൈസ്, ലെഫ്റ്റ് സൈഡിൽ എന്താണ് ബൗണ്ടറീസിലുള്ള ആംഗിൾസ് ആട്ടോ പറയുന്നത്, അത് 2n+1 πയും. താഴെയാണെങ്കിൽ 4n-π/2. ഈ ഒരു ഇൻഫോർമേഷൻ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, റിയൽ ഡെഫിനിഷൻ ഓഫ് സൈനും കോസിനും റിയൽ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഒരു റൊട്ടേറ്റിംഗ് വെക്ടർ ഉണ്ട്. ഓക്കെ, ആ വെക്ടറിന് അതൊരു പൊസിഷൻ വെക്ടറായിട്ട് കൺസിഡർ ചെയ്യാം. എന്നിട്ട് ആ പൊസിഷൻ വെക്ടർ ഉണ്ടാക്കുന്ന ആ ഒരു ടിപ്പിൽ ഉണ്ടാക്കുന്ന എക്സ് കോർഡിനേറ്റ്സും വൈ കോർഡിനേറ്റ്സും ഉണ്ടല്ലോ. അപ്പോൾ ആ എക്സ് കോർഡിനേറ്റ് എക്സ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും.
അപ്പം അത് ഡിവൈഡഡ് ബൈ ഈ പറഞ്ഞ ഹൈപ്പോട്ടനീസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പൊസിഷൻ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കോസ് ആണ് കിട്ടുന്നത്. നോക്കി നോക്ക്, അഡ്ജസ്റ്റൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് കോസ് ആയിട്ട് വരുന്നുണ്ട്. അതേപോലെ ഈ പറഞ്ഞ ടിപ്പിൻ്റെ y കോർഡിനേറ്റ് ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദിസ് പൊസിഷൻ വെക്ടർ നമുക്ക് എത്ര കിട്ടാൻ, നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് സൈൻ. സോ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് കിട്ടുന്ന ഡിറൈവ്ഡ് ടി റേഷ്യോസ്, ടെക്നോമെട്രിക് റേഷ്യോസ് നമുക്കറിയുന്ന സൈനിക്ക് ബൈ കോസ് ബൈ എക്സ് അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഇനി സൈൻ ഓഫ് ടി റേഷ്യോസ് ഇൻ ഡിഫറെൻറ്റ് ക്വാഡ്രൻസ് ASTC റൂൾ പ്രകാരമാണ്. ASTC ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി. അപ്പം ഇവിടെ എന്തുകൊണ്ടാണ് ഇനി അതിൻ്റെ റീസൺ എന്തുകൊണ്ടാണ്, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ബൈ ഹാർട്ട് പഠിച്ചിട്ടുള്ളൂ പണ്ടൊക്കെ. ഇപ്പോൾ അതിൻ്റെ റീസൺ കൂടി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. എന്തുകൊണ്ടാണ് ഇവിടെ എല്ലാം പോസിറ്റീവ് ആവുന്നത്? കാരണം എന്താണ്, ഇവിടെ എക്സ് കോർഡിനേറ്റ് പോസിറ്റീവാണ്, വൈ കോർഡിനേറ്റ് പോസിറ്റീവാണ്. എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും പോസിറ്റീവ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ മാഗ്നിറ്റ്യൂഡ് ഓഫ് റേഡിയസ് എന്തായാലും പോസിറ്റീവ് അല്ലേ, മാഗ്നിറ്റ്യൂഡാണ്. അപ്പോൾ എന്തായാലും എന്താണ് എക്സ് ബൈ ആറ് ദാറ്റ് ഇസ് കോസ്. അതേപോലെ എന്താണ് വേറെ എന്താ ഉള്ളത്, വൈ ബൈ ആറ് ദാറ്റ് ഇസ് സൈന്. സൈന് കോസ് പോസിറ്റീവ്, ദാറ്റ് മീൻസ് ടാന് പോസിറ്റീവ്, കോട്ട് പോസിറ്റീവ്, കൊസീക്ക് പോസിറ്റീവ്, സീക്ക് പോസിറ്റീവ്, ഇവരൊക്കെ പോസിറ്റീവ്. ഇനി ഈ ഏരിയയിലാണെങ്കിലോ, ഈ ഏരിയയിൽ എക്സ് നെഗറ്റീവാണ്, പക്ഷേ വൈ പോസിറ്റീവ് ആണ്. സോ വൈ പോസിറ്റീവ് ആയതുകൊണ്ടാണ് സൈന് പോസിറ്റീവ്. ദാറ്റ് മീൻസ് കൊസീക്കും പോസിറ്റീവ്, ബാക്കി എല്ലാ സാധനങ്ങളും നെഗറ്റീവ് ആയി പോകുന്നുണ്ട്. ഓക്കെ, ഇവിടെ ആണെങ്കിലോ, ഇവിടെ ടാന് പോസിറ്റീവാണ്. ടാൻ എന്തുകൊണ്ട് പോസിറ്റീവ്? കാരണം ഇവിടെ എക്സ് നെഗറ്റീവാണ്, ശരി, വൈ നെഗറ്റീവാണ്, രണ്ടുപേരും നെഗറ്റീവ് ആണെങ്കിൽ നമുക്കൊരു കാര്യം അറിയാം, സൈൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് വൈ ബൈ ആറ്. അതേപോലെ കോസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എക്സ് ബൈ ആറ്. രണ്ടുപേരും ഡിവൈഡ് ചെയ്ത് ദാറ്റ് ഇസ് വൈ ബൈ എക്സ്, ദാറ്റ് ഇസ് ഇക്വൽ ടു ടാൻ. ആൻഡ് ടാൻ രണ്ടുപേരും നെഗറ്റീവ് ആയതുകൊണ്ട് ലാസ്റ്റ് എല്ലാം കൂടി ക്യാൻസൽ ആയിട്ട് പോസിറ്റീവ്, അതുകൊണ്ടാണ് ടാൻ പോസിറ്റീവ് ആവുന്നത്. ഇനി ഈ ക്വാർട്ടറിൽ എന്തുകൊണ്ട് കോസ് പോസിറ്റീവ് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ് പോസിറ്റീവ് ആണ്. എക്സ് പോസിറ്റീവ് ആണെങ്കിൽ എക്സ് ബൈ ആർ ദാറ്റ് ഈസ് കോസ് അതും പോസിറ്റീവ് ആണ്. ഓക്കെ, ആ ഒരു റീസൺ നമുക്ക് കിട്ടിയല്ലോ. കോസ് പോസിറ്റീവ് ആണെങ്കിൽ സ്വാഭാവികമായിട്ട് അതിൻ്റെ റെസിപ്രോക്കലായിട്ട് സീക്കും പോസിറ്റീവ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം വെച്ചാൽ 2nπ എന്ന് പറഞ്ഞാൽ നമ്മുടെ റൈറ്റ് സൈഡിൽ ഈ ഒരു സൈഡിലുള്ള ആംഗിൾസ് ഉണ്ടല്ലോ, ആ ആംഗിൾസാണ് 2nπ. അതേപോലെ 2n-1π എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലുള്ള ആംഗിൾസ്, ഈ ലെഫ്റ്റ് സൈഡിലുള്ള ആംഗിൾസ് ഉണ്ടല്ലോ, ഈ ലെഫ്റ്റ് സൈഡിലുള്ള ആംഗിൾസ് അത് രണ്ട് യൂണിയൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഒന്ന് ഈവൺ പൈസ്, ഈവൺ നമ്പേഴ്സും സാധാരണ നമ്പേഴ്സ്, ഈവൺ നമ്പേഴ്സ് ഓഡ് നമ്പേഴ്സ് യൂണിയൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ എന്താ കിട്ടുക, ഇൻറ്റീജേഴ്സ് ആണ്, nπ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അതേപോലെ 4n-π/2, 4n+1π/2 മുകളിലത്തെ ആംഗിൾസും താഴത്തെ ആംഗിൾസും നമ്മൾ പിടിച്ച് യൂണിയൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടാൻ, എന്തുകൊണ്ടാണ് പറയുന്നത് നമുക്ക് നോക്കാം. എന്തുകൊണ്ട് ഈ യൂണിയൻ്റെ കേസൊക്കെ എടുക്കുന്നതെന്നുള്ള കാര്യം കുറച്ചതിന് മനസ്സിലാവും. പക്ഷേ യൂണിയൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടാന്ന് വെച്ചാൽ ജസ്റ്റും കുറച്ച് വാല്യൂസ് ഇട്ട് കൊടുക്കുക. കുറച്ച് വാല്യൂസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് ടോട്ടലായിട്ട് എന്താണ്. ഈ പറഞ്ഞ രണ്ട് സാധനങ്ങളുടെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ എല്ലാ ഓഡ് നമ്പേഴ്സിൻ്റെയും യൂണിയൻ ആയിട്ട് വരുന്നുണ്ട്. ദാറ്റ് മീൻസ് 2n+1π/2 ആയിട്ട് വരുന്നുണ്ടെന്ന് പറയാം. അല്ലെങ്കിൽ 2n-1π/2 ആയിട്ടും വരാം. കാരണം 2n-1π/2 എല്ലാ ഓഡ് നമ്പേഴ്സും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ശരി. ഇനി അടുത്ത nπയും 2n+1π/2 കൂടി കൂട്ടിച്ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് nπ/2 ആണ് കിട്ടുക എന്നുള്ള കാര്യം ഒന്നും കൂടി മനസ്സിലാക്കാം. ഓക്കെ, ആ രണ്ട് കാര്യം കുറച്ചുകൂടി ഡൗട്ട് ഉണ്ടാവും. നമ്മൾ രണ്ട് മൂന്ന് വാല്യൂസ് ഇട്ട് കഴിഞ്ഞാൽ മനസ്സിലായി nπ/2 ആണ് കിട്ടുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ഇത് പറഞ്ഞാൽ ഇൻറ്റിജർ പൈയും അതേപോലെ ഇത് 2n+1π/2, അപ്പം nπ/2 എന്ന രീതിയിൽ വരാനാണ്. അപ്പോൾ ചില എന്നിൽ എന്താവും π/2 അങ്ങനെ തന്നെ ഉണ്ടാവും, നേരെ ക്യാൻസൽ ആയിട്ട് കറക്റ്റ് nπ ഫോർമാറ്റിലേക്ക് വരും. അത് പോട്ടെ, എന്തെങ്കിലും ആവട്ടെ. ആൻഡ് വാല്യൂ ഓഫ് ടി റേഷ്യോസ് അറ്റ് ബൗണ്ടറീസ് ഓഫ് ക്വാഡ്രൻസ് ആണ് പറയുന്നത്. നോക്കി നോക്കി, ഈ ബൗണ്ടറി ഈ പറഞ്ഞ ഏരിയയിൽ നിങ്ങൾ വിചാരിച്ചു നോക്ക്, എക്സ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് 6 ആണല്ലോ, ശരിയാണ്. സോ നിങ്ങൾക്ക് പറയാൻ പറ്റും അല്ലേ, നമുക്ക് പറയാൻ പറ്റും എന്താണ് x/6 ദാറ്റ് ഈസ് 1. സോ കോസ് തീറ്റ ഈസ് 1 എന്ന് പറയാൻ പറ്റും. സോ സെക് തീറ്റ ഇറ്റ്സ് റെസിപ്രോക്കൽ ഈസ് ഓൾസോ 1 എന്ന് പറയാൻ പറ്റും. ഓക്കെ, പറഞ്ഞൂടെ, പറയുന്നതിന് എന്താ കുഴപ്പമുണ്ടോ? ഇല്ല, ഒരിക്കലും ഒരു കുഴപ്പമില്ല. ഇനി സൈൻ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും y ഈസ് 0. സോ y/r ഈസ് ഓൾസോ 0. ദാറ്റ് മീൻസ് സൈൻ തീറ്റ ഈസ് 0 എന്ന് പറയാൻ പറ്റും. സോ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ ഇവിടെ ഈ ഒരു ഏരിയക്ക് എന്ന് പറയാം 2nπ. സോ സൈൻ 2nπ ഈസ് 0 ആൻഡ് കോസ് 2nπ ഈസ് 1 എന്ന് പറയാൻ പറ്റും. ഓൾസോ സീക്ക് 2nπ ഈസ് 1 ആൻഡ് ടാൻ 2nπ ഈസ് 0 ബിക്കോസ് സൈൻ 0 ആൻഡ് കോട്ട് 2nπ ഈസ് അൺഡിഫൈൻഡ് ബിക്കോസ് സൈൻ ഈസ് 0. കാരണം നോട്ട് ഡിഫൈൻഡ് ആവും, കാരണം ഡിനോമിനേറ്ററിൽ 0 ആവുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാണ് വേണ്ടത്, കൊസീക്ക് നോട്ട് ഡിഫൈൻഡ് ആണ്, കാരണം 1/0 ഇസ് നോട്ട് ഡിഫൈൻഡ്. പിന്നെ എന്തൊക്കെ ഇൻഫോർമേഷൻസ്, അത്രയും ഇൻഫോർമേഷൻ ബാക്കിയുള്ള അതെല്ലാം വളരെ സിമ്പിളാണ്. nπ, ഇത് nπനെ പറ്റി പറയുന്നത് nπ. ഓക്കെ, ശരി. ഇനി അടുത്ത കേസ് നമുക്ക് നോക്കാം ലെഫ്റ്റ് സൈഡിൽ എന്ന് പറഞ്ഞാൽ ഈ ബൗണ്ടറി, ലെഫ്റ്റ് ബൗണ്ടറിയിൽ എന്താ കഥ നോക്കാം. അവിടെ എന്താണ് എക്സ്, അതേപോലെ തന്നെ 6 തന്നെയാണ്, സെയിം പരിപാടി തന്നെ അല്ലേ. എക്സ് 6 തന്നെ, എക്സ് നെഗറ്റീവ് ആണെന്നേ ഉള്ളൂ, നെഗറ്റീവ് 6 എന്നുള്ളൂ. ദാറ്റ് മീൻസ് എനിക്ക് പറയാൻ പറ്റും കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് -r ഡിവൈഡഡ് ബൈ 6. ഇവിടെ 6 രണ്ട് സെയിം വാല്യൂസ് -1. സോ കോസ് 2n-1π, ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ 2n-1π, റൈറ്റ് സൈഡിൽ 2nπ, മുകളിലാണെങ്കിൽ 4n+1π/2, താഴെ 4n-1π/2. അത് നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ, ശരിയാണ്.
ഓക്കെ. സോ ലെഫ്റ്റ് സൈഡിൽ 2n മൈനസ് പൈ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി. 2n മൈനസ് 1 പൈ ആണ്. അപ്പോൾ അവിടെയുള്ള എല്ലാ വാല്യൂസും -1 ആയിരിക്കും. കോസ് -1 ആയിരിക്കും. അതേപോലെ സീക്ക് -1 ആയിരിക്കും. പിന്നെ എന്താണ് സൈന് 0 ആയിരിക്കും. ടാനും 0 ആയിരിക്കും. പിന്നെ കൊസീക്ക് അൺഡിഫൈൻഡ് ആണ്. ശരി. അപ്പോൾ കൊസീക്ക് അപ്പം രണ്ട് ഏരിയയിലും അൺഡിഫൈൻഡ് ആയിട്ട് വന്നിട്ട് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും. സോ റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് 2n പൈ, ലെഫ്റ്റ് സൈഡിൽ 2n മൈനസ് 1 പൈ. അപ്പോൾ രണ്ടും കൂടി യൂണിയൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടാൻ? ദാറ്റ് ഇസ് n പൈ. സോ അതുകൊണ്ടാണ് സാർ ഇവിടെ കൊടുത്തത് കോസ് n പൈ, കൊസീക്ക് n പൈ നോൺ ഡിഫൈൻഡ് ആണ്. അതേപോലെ എന്താ കിട്ടുന്നത്? കോട്ട് n പൈ. കോട്ട് n പൈ എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം, ഈ ഒരു ഏരിയയിലും കോട്ട് നോട്ട് ഡിഫൈൻഡ് ആണ്. ദാറ്റ് മീൻസ് 2n പൈ ഏരിയയിലും 2n മൈനസ് 1 പൈ ഏരിയയിലും നോട്ട് ഡിഫൈൻഡ്. ഇപ്പോൾ രണ്ടിനും യൂണിയൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും n പൈയിൽ കോട്ട് കംപ്ലീറ്റ് ഡിഫൈൻഡ് ആണെന്ന് നിങ്ങൾ പറയാൻ പറ്റും. ഓക്കെ, അതാണ് പരിപാടി. ഇനി അടുത്ത മുകളിലുള്ള കുത്തനുള്ള ഏരിയയിലും എന്താണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് y = 6 എന്ന് കിട്ടുന്നുണ്ട്. സോ ഇവിടെ എന്താണ്, ഇവിടെ സൈൻ്റെ വാല്യൂ അത് 1 ആയിരിക്കും. എന്തുകൊണ്ടാണ്? ബിക്കോസ് y = 6. സോ y/r is 1. സോ sin theta is 1. ബട്ട് cos theta is 0 because x value, x coordinate is 0. So cos theta 0 ആയിരിക്കും. ദാറ്റ് മീൻസ് sec theta is not defined. Why sec theta is not defined? 1/0 is not defined ആയതുകൊണ്ട്. ആൻഡ് പിന്നെ tan theta എന്താ പറയാൻ പറ്റും? tan theta വാല്യൂ ദാറ്റ് ഈസ് അത് നോട്ട് ഡിഫൈൻഡ് ബിക്കോസ് കോസിൻ്റെ വാല്യൂ 0 ആയതുകൊണ്ട്. ഓക്കെ. സോ tan theta വാല്യൂ നോട്ട് ഡിഫൈൻഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ. അപ്പോൾ എന്താണ് sin 4n + 1 π/2 0 in 4n minus 1 π/2. ഇവിടെ താഴെ -y കോർഡിനേറ്റ് ആയതുകൊണ്ട് -1 ആവും. ഇനി cos n + 1 π/2 0. അതേപോലെ എന്തുകൊണ്ട് ഇത് 2n + 1 എന്ന് ഡയറക്റ്റ് ചെയ്തത്? കാരണം 4n + 1 π/2ലും 4n - 1 π/2ലും എക്സിൻ്റെ കോർഡിനേറ്റ് 0 ആയതുകൊണ്ട് തന്നെ ആ രണ്ട് ഏരിയയിലും മുകളിലും താഴെയും എന്താണ് 0 തന്നെയാണ് കോസിൻ്റെ വാല്യൂ. സോ അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് നമുക്ക് രണ്ടും യൂണിയൻ ചെയ്തിട്ട് പറയാൻ പറ്റും. ദാറ്റ് ഈസ് 2n + 1 π/2 എന്ന് പറയാൻ പറ്റും. ഓക്കെ, 2n + 1 π/2 11 അല്ലത് 1 ആണല്ലോ. 2n + 1 π/2 എന്ന് പറയാൻ പറ്റും. അതേപോലെ ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് സിമ്പിളായിട്ട് കണ്ടെത്താവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാം കൂടിയിട്ട് എന്താണ് sin തീറ്റ 1 ആവണമെങ്കിൽ തീറ്റയുടെ വാല്യൂ എവിടെ നിന്നൊക്കെ എവിടം വരെ ആവണം? അത് ഒന്ന് 4n + 1 π/2. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ ജനറൽ എക്സ്പ്രഷൻസ് പഠിക്കുന്നത്. ഓക്കെ. ഇനി അതുപോലെ sin തീറ്റ -1 ആവണമെങ്കിൽ തീറ്റ എവിടെ നിന്ന് എവിടം വരെ ആവണം? 4n - 1 π/2 ആവണം. ആൻഡ് sin തീറ്റ ± രണ്ടുപേരും യൂണിയൻ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം രണ്ടുപേരും യൂണിയൻ ചെയ്ത് ദാറ്റ് ഈസ് 2n + 1 π/2 എന്ന് പറയാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് കാര്യം ഇരിക്കുന്നത്. സോ എല്ലാത്തിൻ്റെയും ഒരു സമ്മറി സാർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം എന്താണ് a is cos 212 എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇവിടെ നിന്ന് എന്താ കിട്ടുന്നത്? കോസ് എന്താ കിട്ടുന്നത്? ഇത് ഇസ് even π, റൈറ്റ്? സോ 2n π ആൻഡ് വി നോ ദാറ്റ് cos even πയുടെ വാല്യൂ എപ്പോഴും 1 ആയിരിക്കും. ദാറ്റ് മീൻസ് a is = 1. ഫൈൻ. പിന്നെ എന്താണിത്? സെക്ക് ഒരു കാര്യം കോസ് ഓഡ് പൈ എന്ന് പറഞ്ഞാൽ എത്ര വാല്യൂ? -1 ആണ്. സോ സെക്കിൻ്റെ വാല്യൂ -1 ആയിരിക്കും. സോ b is = -1 ആൻഡ് c is tan even π. സോ tan even π ചിന്തിച്ച് നോക്ക്, എത്ര ആയിരിക്കും വാല്യൂ? അത് 0 ആയിരിക്കും. സോ ദിസ് ഇസ് 0, c is 0. പിന്നെ എന്താണ് അതിനൊന്ന് കമ്പാരിസൺ ചെയ്യുക, വളരെ സിമ്പിളാണ്. ഇനി sin 4/sin 6 is നെഗറ്റീവ്. അപ്പോൾ മനസ്സിലാക്കണം വെച്ചാൽ π/2യുടെ വാല്യൂ അത് 1.57ഉം π/4ൻ്റെ വാല്യൂ അതിൻ്റെയും പകുതി എത്രയാണ്? 0.77 ചില്ലറയും. ആ രീതിയിലാണ് വരിക. അങ്ങനെയാകുന്ന സമയത്ത് 1.57 sin 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു π/2 1.57ഉം അത് കടന്നു, ഒരു π/2 കടന്ന്. ഓക്കെ, π/2നേക്കാളും വലുതാണ്. പിന്നെ ഒരു π/2 എന്ന് പറഞ്ഞാൽ 3 ചില്ലറ അതും കടന്ന് മൂന്നാമത്തെ π/2ലാണ് നിൽക്കുന്നത്. ദാറ്റ് മീൻസ് തേർഡ് ക്വാർട്ടറിലായിരിക്കും പ്രോബബ്ലി 1.57 നിൽക്കുന്നത്. സോ sin 4 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഓൾവേസ് നെഗറ്റീവാണ്. sin 4 നെഗറ്റീവാണ്. ആൻഡ് sin 6ൻ്റെ വാല്യൂ ഇത് റേഡിയൻ ആട്ടോ. 4ഉം 6ഉം റേഡിയൻ അല്ല, ഡിഗ്രി അല്ല. അപ്പോൾ sin 6ൻ്റെ കാര്യം ചിന്തിച്ചാൽ മനസ്സിലാവും. 2π എന്ന് പറഞ്ഞാൽ ഏകദേശം 6 പോയിൻറ്റ് ചില്ലറേ വരുന്നത്. അപ്പോൾ sin 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 4th ക്വാർട്ടറിലായിരിക്കും ഉണ്ടാവാൻ. അപ്പോൾ 4th ക്വാർട്ടറിൽ സൈൻ ലെവൽ നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ അതും നെഗറ്റീവാണ്. രണ്ടും കൂട്ടിയിട്ട് പോസിറ്റീവാണ് വരിക. സോ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞ കാര്യത്തിൽ തെറ്റാണ്. സോ ഇറ്റ്സ് എ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്. ദിസ് ഈസ് ആക്ച്വലി കമ്മിങ് ഔട്ട് ടു ബി എ പോസിറ്റീവ് വൺ. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഫോർ ഈച്ച് നാച്ചുറൽ നമ്പർ കെ, ഓരോ നാച്ചുറൽ നമ്പർ കെ ദാറ്റ് മീൻസ് 1 2 ആവാ കെ. ശരി. സി കെ ഡിനോട്ട്സ് ഈ സർക്കിൾ വിത്ത് റേഡിയസ്. അപ്പോൾ സി കെ ആണ്. C1 C2 അപ്പോൾ സർക്കിൾ 1 2 3 എന്നല്ല, അല്ലാണ്ട് 0 1 2 3 എന്നാലും പറയാം സർക്കിൾ. അതുകൊണ്ട് തന്നെയാണ് അവർ കറക്റ്റ് കൊടുത്തത് നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ. ഡിനോട്ട്സ് ദി CK denotes a circle with radius k. Okay, radius k തന്നെ centimeters and center at the origin. Okay, on the central CK a particle moves k centimeters in the counterclockwise direction. Okay, counterclockwise direction ഇത് ഈ ഡയറക്ഷനിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. സോ അതിൻ്റെ ഡയഗ്രം ഇവിടെ കൊടുത്തിട്ടുണ്ടെന്നല്ല നമ്മൾ വരച്ചിട്ടുണ്ട്. എന്നിട്ടോ CK മൂവ്സ് ടു റേഡിയൽ ഡയറക്ഷൻ.
അപ്പോൾ കംപ്ലീറ്റിംഗ് മീൻസ് മോഷൻ, ദാറ്റ് മീൻസ് ഒരു സർക്കിൾ അടിച്ചതിന് ശേഷം പിന്നെ അടുത്ത റേഡിയൽ ഡയറക്ഷൻ അടുത്ത സർക്കിളിലേക്ക് പോകും, അടുത്ത സർക്കിൾ അടിക്കും, അടുത്ത റേഡിയൽ ഡയറക്ഷനിൽ പോകും, പിന്നെ അടുത്ത സർക്കിൾ അടിക്കും. ഇതാണ് പരിപാടി ഇതിൻ്റെ. ശരി, ഇപ്പോൾ പാർട്ടിക്കിൾ സ്റ്റാർട്ട്സ് ഫ്രം 1 0. സോ 1 0 എന്ന് ചങ്ങായി ഇവിടുന്ന് തുടങ്ങുകയാണ്. 1 0 ഇതാണ് 1 0, ഈ പോയിൻ്റാണ് 1 0. ഓക്കെ, അവിടെ നിന്ന് തുടങ്ങി ഒരു കറങ്ങി. ഇനി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് 1 0 ആണെങ്കിൽ ഈ സർക്കിളിൻ്റെ ഇതെത്രയാണ്, എന്താ പറയുക, സർക്കിളിൻ്റെ റേഡിയസ് എത്രയാണ്? ഇത് ഫസ്റ്റത്തെ സർക്കിൾ C1 ആണെങ്കിൽ 1 തന്നെയാണ് റേഡിയസ്. അപ്പോൾ ഇവിടെ 1 0 എന്നാണ് തുടങ്ങുന്നത്, 1 0 എന്ന് തുടങ്ങുന്നുണ്ട്, 1 തന്നെയാണ് റേഡിയസ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ആർക്കും ഇത് ഒന്നാമത്തെ സർക്കിൾ ആയതുകൊണ്ട് തന്നെ 1 cm ആണ് ഇങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ആർക്ക് 1 cm, റേഡിയസ് 1 cm, ബിക്കോസ് ഫസ്റ്റ് സർക്കിൾ ഫസ്റ്റ് റേഡിയസ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഇതൊരു 1 റേഡിയൻ എന്ന് പറയാൻ പറ്റും ഈ പറഞ്ഞ ആംഗിൾ. അങ്ങനെ അവിടെ നിന്ന് ഒരു റൊട്ടേഷൻ ചെയ്യും, 1 റേഡിയൻ റൊട്ടേഷൻ ചെയ്യും. അല്ല, ഇവർ പറയുന്നത് വെച്ചാൽ K സെൻറ്റിമീറ്റർ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് നിർത്തി. ഓക്കെ, അപ്പോൾ ഒരു റേഡിയനായി. എന്നിട്ട് അടുത്ത ഇങ്ങോട്ടേക്ക് റേഡിയൽ ഇങ്ങോട്ട് പോകും, എന്നിട്ട് അടുത്ത ഇങ്ങോട്ടേക്ക് പോകും. അപ്പോൾ ഇത് രണ്ടാമത്തെ സർക്കിൾ 2 റേഡിയസ് ആയി. അത് മാത്രമല്ല അവർ ഇപ്പോൾ 2 cm പോകും. അപ്പോൾ അടുത്തതെന്ന് വെച്ചാൽ ഒരു റേഡിയൻ ആവും, 2 റേഡിയൻ ആവും. നേരത്തെ ഒരു റേഡിയൻ ഉണ്ടായിരുന്നു ആംഗിൾ, ഇപ്പോൾ 2 റേഡിയനായി. അങ്ങനെ ഓരോ കേലും ഇപ്പോൾ nth സർക്കിൾ ആണെങ്കിൽ എത്ര n റേഡിയൻസ് അവർ ട്രാവൽ ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പം എത്രാമത്തെ സർക്കിൾ എന്നാണ് ചോദിക്കുന്നത് അല്ലേ, എന്താണ് ഇത് പാർട്ടിക്കിൾ ക്രോസിങ്. അപ്പോൾ എത്രാമത്തെ സർക്കിളിലായിരിക്കും ഈ പറഞ്ഞ പാർട്ടിക്കിൾ ക്രോസ് ചെയ്യുന്നത്, എവിടെ എക്സ് ആക്സിസ്, പോസിറ്റീവ് എക്സ് ആക്സിസ് ക്രോസ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ n സർക്കിളിലാണെങ്കിൽ നമുക്ക് ഇവ പാറ്റേൺ ഒബ്സർവ് ചെയ്യുന്നത് വെച്ചാൽ n സർക്കിളിന് n റേഡിയൻസ്. ഓക്കെ, ദാറ്റ് മീൻസ് n ഇൻറ്റു n എന്ന് പറഞ്ഞാൽ മേ ബി എന്താണ് ഇത് 2π ആണല്ലോ, ഇത് 2π റേഡിയൻസ് ആണ്. അപ്പോൾ n 2π റേഡിയൻസിനേക്കാളും വലുതാവുന്ന ആ ഒരു കേസിലായിരിക്കും അല്ലേ ഇങ്ങനെ സർക്കിൾ പോയി n എന്തായാലും ഒരു സർക്കിളിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ ഓരോ ഇതുപോലത്തെ ഒരു മൂവ്മെൻറ്റിനും ഓരോ റേഡിയൻസ് പോകുന്നുണ്ട്. ദാറ്റ് മീൻസ് n സർക്കിളിന് n റേഡിയൻസ് പോകുന്നുണ്ട്. സോ എന്നിൻ്റെ വാല്യൂ 2πനേക്കാളും വലുതാവുന്ന ആ ഒരു സിനാരിയോയിലായിരിക്കും ഈ പറഞ്ഞ പാർട്ടിക്കിൾ എന്തായിട്ടുണ്ടാവുക, പോസിറ്റീവ് എക്സ് ആക്സിന് കടന്ന് കഴിഞ്ഞിട്ടുണ്ടാവുക. ദാറ്റ് മീൻസ് എന്നിൻ്റെ ഒരു ഇൻറ്റീജർ വാല്യൂ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് 7 ആണെന്ന് കിട്ടും. സോ 7 ഇസ് ദി ആൻസർ. ഓക്കെ, ഇതൊരു ജെ അഡ്വാൻസ് ലെവലിൽ ബേസിക്സ് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. റേഡിയൻ്റെ ഡെഫിനിഷൻ എന്നാണ് ആ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഓക്കെ.